എ സെർട്ടൻ സം അല്ലെ, എ സെർട്ടൻ സം. അപ്പൊ തന്നെ നമുക്കറിയാം എ സെർട്ടൻ സം എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ ആണ്, നിശ്ചിത തുക പ്രിൻസിപ്പൾ ആയിരിക്കും അല്ലെ. എമൗണ്ട് ടു 575. സോ അത് എമൗണ്ട് ആണ് അറ്റ് 5% ഇൻ എ ടൈം ഇൻ വിച്ച് ₹750 എമൗണ്ട് ടു 840 അറ്റ് 4%. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് സിമ്പിൾ. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുള്ള കേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സം. പ്രിൻസിപ്പൾ കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു നിശ്ചിത തുക 575 രൂപയായിട്ട് മാറണം. അപ്പോൾ 575 എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ആണ്. ഇന്ന ടൈം, സമയം തന്നിട്ടില്ല. എത്ര വർഷമാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഇൻ വിച്ച് ₹750. ഓക്കെ, ആ സമയം കണ്ടുപിടിക്കാനുള്ള മാർഗം താഴെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സോ 750 എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ ആണ്. എമൗണ്ട് ടു 840. സോ ഇത് എമൗണ്ട് ആണ് അറ്റ് 4%. സോ താഴെ തന്നതിനകത്ത് നമുക്ക് 3 ഡാറ്റ, പ്രിൻസിപ്പൾ, എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ 3 ഡാറ്റ വെച്ച് നമ്പർ ഓഫ് ഇയേഴ്സ് കാണാമല്ലോ. ആ നമ്പർ ഓഫ് ഇയേഴ്സ് എടുത്ത് മുകളിൽ ഇട്ടിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഓക്കെ, സോ ഞാൻ ആദ്യം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കുവാണ്. പ്രിൻസിപ്പൾ ആയിട്ട് ഞാൻ 750 കൺസിഡർ ചെയ്തു. എമൗണ്ട് ആയിട്ട് ഞാൻ 840 കൺസിഡർ ചെയ്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4%. ഇവിടുന്ന് ആദ്യം നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് കാണണം. ഓക്കെ, സോ ഒന്നെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഏത് ഇക്വേഷൻ കൊടുക്കാം? I = പിന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട I = പിന്നെ കൊടുക്കാം കേട്ടോ. I = പിന്നെ എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കുമ്പോൾ പ്രിൻസിപ്പളിൻ്റെയും എമൗണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്താൽ മതി. സോ തൽക്കാലം ഞാൻ A = P × 1 + I എന്ന് കൊടുക്കുവാണ്. നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ എന്താ വരിക? എമൗണ്ടിൻ്റെ സ്ഥാനത്ത് 840 = പ്രിൻസിപ്പളിൻ്റെ സ്ഥാനത്ത് 750 × 1 + I വരുന്നത് 0.4% ആണല്ലേ. ഓക്കെ, സോ I വരുന്നത് R = 4% ആണ്. ഓക്കെ, അപ്പോൾ I വരുന്നത് എന്തായിരിക്കും? 0.04 വരും. 0.04 വരും അല്ലേ. ഇൻറ്റു N നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ N എങ്ങനെ കണ്ടുപിടിക്കുക? ഒറ്റ സ്റ്റെപ്പിൽ കാണണേ. ഈ N എങ്ങനെ കണ്ടുപിടിക്കുക? ഒറ്റ സ്റ്റെപ്പിൽ കാണണം. 840 എടുക്കുക, കാൽക്കുലേറ്റർ എടുക്കുക. 840 × 750 ഇങ്ങോട്ട് വരുമ്പോൾ /750 +1 ഇങ്ങോട്ട് വരുമ്പോൾ -1 × 0.04 ഇങ്ങോട്ട് വരുമ്പോൾ /0.04. സോ ഈക്വൽ ടു എടുക്കുമ്പോൾ എനിക്ക് N = 3 എന്ന് കിട്ടും. സോ അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ അവിടെ താഴെ എഴുതി വെക്കാം. 840 / 750 ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. -1 / 0.04 = ഓക്കെ. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ N = 3 എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ N അല്ല എന്നോട് കാണാൻ പറഞ്ഞത്. ഇനിയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ ഇനി എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? ഇത് അവിടെ നിൽക്കട്ടെ. എന്നോട് കാണാൻ പറഞ്ഞത് പ്രിൻസിപ്പലാണ്. സോ അടുത്ത ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യുവാണ്. A = P × 1 + IN. ഓക്കെ, അറിയുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. എമൗണ്ട് 575 ആണ്. ഈക്വൽ ടു പ്രിൻസിപ്പൾ എനിക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. 1 + I എന്ന് പറയുന്നത് 0.05 ആണ്. മുകളിലത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ്. ഇൻറ്റു N എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റർ എടുത്ത് കാണാം. എങ്ങനെ കാണാം? ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ കാണാം. ഓക്കെ, 0.05 × 3 + 1 ഈക്വൽ ടു അടിക്കുക. 1.15 കിട്ടും. ഒന്നുകിൽ അതിനെ M+ ചെയ്യാം. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ റെസിപ്രോക്കൽ / = ഒക്കെ ചെയ്യാം. തൽക്കാലം ഞാൻ M+ ചെയ്തു. എന്നിട്ട് 575 / MRC = എനിക്ക് ആൻസർ കിട്ടി. P = 500. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഓക്കെ, ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. P = 500. ഇത്രയേ ഉള്ളൂ. എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ് അല്ലേ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, 1 മാർക്ക്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൻ്റെ സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതി തരാം. കാൽക്കുലേറ്ററിനകത്ത് 0.05 × 3 + 1 M + 575 / MRC = സോ ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, അത് കാൽക്കുലേറ്റർ സ്റ്റെപ്പാണ് കേട്ടോ. സോ ഈസി.